അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വന്യരായ ഫൈസി ഉസ്താദ് അവർകൾ, ലായിച്ച ബഷീർ ദാരിമി, സീറ്റിയൊക്കെ അടക്കമുള്ള പ്രഗത്ഭരായ നേതാക്കൾ, സഹോദരിമാർ, ഒരുമിച്ച് കൂടുതൽ അള്ളാഹു ഒരു സാലിഹ് അമലായി കബൂൽ ചെയ്തു തരട്ടെ. ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇബ്രാഹിം ചാമ്പലുണ്ട്, ഞങ്ങളൊന്നിച്ച് ഹജ്ജിന് പോയ ഒരു റൂമിൽ താമസിച്ചവരൊക്കെയാണ്. മൗലവി ഹജ്ജ് ഗ്രൂപ്പിൻ്റെ ക്ലാസ് എല്ലാ വർഷവും നടക്കാറുണ്ട്. ഇന്ന് നടക്കുന്നെന്ന് കേട്ടപ്പോൾ ബഷീർ ദാരിമിനോട് ഞാനും വരുന്നു എന്ന് തന്നെ പറഞ്ഞത്. കാരണം മറക്കാൻ കഴിയാത്ത ഒരു യാത്ര 2020 അതിൻ്റെ ശേഷമാണ് കൊറോണ വന്നതും ഹജ്ജ് മുടങ്ങിയതൊക്കെ. അന്നത്തെ ഞങ്ങളുടെ ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അത്രയും സന്തോഷവും റാഹത്തുള്ള യാത്രയായിരുന്നു. അള്ളാഹു കബൂൽ ചെയ്തു തരട്ടെ. ക്ലാസ് കേൾക്കുമ്പോഴൊന്നല്ല, അവിടെ ചെന്നപ്പം അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് വരെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു തൗഫീഖ്, അള്ളാഹുവിൽ നിന്നുള്ളൊരു സഹായം. തലേന്ന് രാത്രി മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെട്ടിട്ട് ഉച്ചയായപ്പോൾ അറഫയിലെത്തിയത്. അന്ന് സുബഹി നിസ്കരിച്ചതൊക്കെ ഏതോ ഒരു ഗ്രൗണ്ടിൽ നിന്നാണ്. ചിലരിങ്ങോട്ടിരുന്ന് നിസ്കരിക്കുന്നു, ചിലർ അങ്ങോട്ടിരുന്ന് നിസ്കരിക്കുന്നു. അപ്പോഴാണ് കിതാബിലൊക്കെ പറഞ്ഞ് കിബില കണ്ടില്ല, എന്ത് ചെയ്യണം, ഇജ്തിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇജ്തിഹാദ് ചെയ്തിട്ട് ഇവിടുക്ക് ആ കിബിലാന്ന് തോന്നിയാൽ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കണം എന്നാണ് നിയമം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടിരിഞ്ഞ് നിസ്കരിച്ച്, ആടുന്ന് കുറേ കൂട്ടർ ഇങ്ങോട്ടിരുന്ന് നിസ്കരിച്ച്, ഇവിടുന്ന് കുറേ കൂട്ടർ ഇങ്ങോട്ടിരുന്ന് നിസ്കരിച്ച്. അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടിയ ഇജ്തിഹാദ് അനുസരിച്ച് ആ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച ടൈമായപ്പോഴാണ് ഞങ്ങൾ അറഫയിൽ ഞങ്ങളെ തമ്പിലെത്തിയത്. എല്ലാവരും ക്ഷീണിച്ച്, ഞാനൊക്കെ തളർന്നങ്ങനെ വീണ് പോയിട്ടുണ്ട്. ചെറിയ ഒരുറക്ക്, ആ ഉറക്കം ഉറങ്ങിപ്പോയാൽ എത്രയോ കഴിഞ്ഞിട്ടേ ഉണരൂ എന്നുള്ളത് ഉറപ്പാണ്. ആ സമയത്താണ് ഭയങ്കരമായ ഒരു മഴ പെയ്തത്. മഴയും പെയ്തു, എല്ലാവരെയും എഴുന്നേൽപ്പിക്കുന്ന രീതിയിലുള്ളൊരു കാറ്റും അടിച്ചു. എല്ലാവരും ഉണർന്നു, എല്ലാവരും തമ്പിൻ്റെ പുറത്തിറങ്ങി, മഴ പെയ്യുന്നത് പോലെ ദുആ ചെയ്യാൻ തുടങ്ങി. അത് വല്ലാത്തൊരു സൗഭാഗ്യമായിരുന്നു. അള്ളാഹു കബൂൽ ചെയ്തിട്ട്. അപ്പം ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചവർ ഏറ്റവും പ്രധാനമായി ഒന്നാമത്തേത് നിയ്യത്താണ്. വേറെ നിയ്യത്തൊന്നുമില്ല. സർക്കാരിലൊക്കെ പോണവർക്ക് കുറച്ച് പൈസ കുറവാണെങ്കിലും ഞാനിപ്പം വരുന്നേരം തന്നെ എൻ്റെ കൂട്ടാണ്ട് പറഞ്ഞിരിക്കുന്നത്, സർക്കാരിൽ പോകണമെങ്കിൽ 2 കാര്യം വേണം. 1 ആരോഗ്യം വേണം, 2 ഇൽമും വേണം. അത് രണ്ടും ഇല്ലെങ്കിൽ ആരും പറഞ്ഞു തരണമെന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പം ബഷീദാരി പറഞ്ഞ ഒരിക്കലും എന്നെ കൂട്ടി കൊണ്ടുവരുന്നു അവിടെ സർക്കാരിലെ കൂട്ടത്തിൽ വന്ന ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ. ഇൽമും ആരോഗ്യവും ഉണ്ടെങ്കിൽ കുറച്ച് പൈസ കുറവാണെങ്കിലൊക്കെ നല്ലതാണ്. ഞാൻ ഗ്രൂപ്പിൽ മൗലവി ഗ്രൂപ്പ് പോയി ബഷീർ ദാരിമിയോട് ഉണ്ടായാൽ എല്ലാവരും നോക്കും മൗലവി ഗ്രൂപ്പിനെ. കാരണം ഓരോരുത്തരെയും കൊണ്ടുപോയി ഉംറ ചെയ്യിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, ഹജ്ജ് ചെയ്യിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, ഓരോ സ്ഥലത്ത് ചെല്ലേണ്ട ദിക്റുകൾ ചൊല്ലിക്കൊടുത്ത് കൂടെ ചൊല്ലി ദുആ ചെയ്ത് എല്ലാം അവസാനിപ്പിച്ച് റൂമിലെത്തുന്നത് വരെ ബഷീർ ദാരിമി സജീവായിരിക്കും. ആ രീതിയിലാണ്. പക്ഷെ ഇൽമുണ്ട്, നമ്മൾ അവരൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും നമ്മളെ നിയ്യത്ത് അത് വല്ലാത്ത ഇപ്പം തന്നെ കരുത്ത് ഹജ്ജും ഉംറയാണ്. അവിടെ ചെന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പള്ളിയിൽ വെച്ച് 1,00,000 റക്അത്ത് നിസ്കരിച്ചാൽ അവിടുന്ന് 1 റക്അത്ത് നിസ്കരിക്കുന്ന കൂലി കിട്ടൂല. മിനിയാന്ന് ഞാനൊരു ഹദീസ് പരിശോധിച്ചപ്പോൾ മസ്ജിദുൻ നബവിയിൽ 1 റക്അത്തിന് 1000 റക്അത്ത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മസ്ജിദുൽ ഹറാമിൽ 1,00,000 റക്അത്ത് എന്ന് പറഞ്ഞിട്ട്
അതിൻ്റെ ഷറഹിലുണ്ട് ബിന്നിസ്ബത്ത് ഇലൽ മദീന, ബിന്നിസ്ബത്ത് ഇലൽ മസ്ജിദിൻ നബവി എന്ന മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ നമ്മളെ ഇവിടുത്തെ പള്ളിയിൽ നിന്ന് 1000 റക്കാത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണ്. ആ നിസ്ബ നോക്കിയിട്ടാണ് മസ്ജിദുൽ ഹറാമിൽ 1,00,000 എന്ന് പറയുന്നേരം. അപ്പോൾ 1,00,000 × 1000 എത്ര ഉണ്ടാവും? അത്രയും കോടി റക്കാത്തിന്റെ പ്രതിഫലാണ് മസ്ജിദുൽ ഹറാമെന്ന് കിട്ടുക മക്ക പള്ളിയിൽ. അവിടെ നമ്മൾ ഇത്രയും രൂപയൊക്കെ മുടക്കി പോയിട്ട് മോൻ്റാട തക്കാരത്തിനും മോളാട തക്കാരത്തിനും തായിഫ് പോവുകയും അവിടുത്തെ ജമാഅത്തും ദുആയും ഒഴിവാക്കിയിട്ട് ഹജ്ജിന് പോകല്ല. അതിനൊക്കെ വേറെ വിസിറ്റിംഗ് വിസ എടുത്ത് പോവാം. അതിനൊക്കെ പിന്നെയും പോകാൻ ടൈമുണ്ടല്ലോ ഇഷ്ടം പോലെ. ഹജ്ജിൻ്റെ ടൈമിൽ 15 സ്ഥലങ്ങൾ ദുആക്ക് അപ്പം ഉത്തരം കിട്ടുന്ന 15 സ്ഥലം. അതൊക്കെ അത് പറയാൻ മതി, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. 15 സ്ഥലമുണ്ട്. അത് ഹജ്ജിൻ്റെ സമയത്താണ് പ്രധാനമായ. അറഫുണ്ട്, മുസ്ദലിഫുണ്ട്, ജംറത്തുൽ അഖബയുണ്ട്, ജംറത്തുൽ വുസ്തയുണ്ട്, ജംറത്തുൽ ലൂലയുണ്ട്. അതൊക്കെ ആ ടൈമിൽ മാത്രമേ അതിൻ്റെ മഹത്വങ്ങളുള്ളൂ. പിന്നെ വിസിറ്റിങ്ങിനോടൊന്നും അവിടെ പോയി ദുആ ചെയ്താൽ ഉത്തരം കിട്ടില്ല എന്നല്ല, തീർച്ചയായും ഉത്തരം കിട്ടുന്ന ആ പദവി അന്നില്ല എന്നർത്ഥം. അപ്പോൾ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കാരണം ഹജ്ജിനാ നിങ്ങൾ വന്നത്. ഒരു സഹാബി വന്നിട്ട് യാത്ര പുറപ്പെടുന്ന നബി തങ്ങളോട് ചോദിച്ചു, മന്നജാത്തു യാ റസൂലല്ലാഹ്, രക്ഷപ്പെടാൻ എന്താ മാർഗം നബി എന്ന് ചോദിച്ചു. രക്ഷപ്പെടാൻ എന്താ മാർഗമെന്ന് നബി തങ്ങൾ ഒറ്റ മാർഗ്ഗമേ പറഞ്ഞുള്ളൂ, അംസിക്ക് അലൈക ലിസാനക എന്ന് പറഞ്ഞു. എന്നാ രക്ഷപ്പെടുന്നു. അംസിക്ക് അലൈക ലിസാനക, നാവ് അടക്കി പിടിക്കുക. ഇഹ്റാമിലായിരിക്കുമ്പോൾ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, ഒരു കറാഹത്ത് പോലും ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക മാത്രമല്ല, അത് ഓരോ നിമിഷത്തിലും നമുക്ക് ഓർമ്മ വേണം നമ്മൾ ഇഹ്റാമിലുള്ളത്. ഹറമിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം നിങ്ങൾ ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, നിങ്ങൾ ഇവിടുന്ന് തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ആ തെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഒരാൾക്ക് കള്ളുടിക്കണമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ബീവറേജ് പോകണല്ലോ കിട്ടണമെങ്കിൽ, അതിന് വേണ്ടിയിട്ട് പോയി അവിടെ ചെന്ന് നോക്കുന്നതിന് ലീവാ, സാധനം കിട്ടിയില്ല. എന്നാൽ പിന്നെ ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്യാതിരുന്നാൽ അല്ലാഹു തആല അത് തെറ്റായിട്ട് രേഖപ്പെടുത്തൂല. വേറൊരു ഹദീസിലുള്ളത് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു ചെയ്യാതിരുന്നാൽ ഒരു ഹസനത്തായിട്ട് രേഖപ്പെടുത്തും എന്നുണ്ട്. മസ്ജിദുൽ ഹറാം അങ്ങനല്ല. വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം, അവിടുന്ന് വിചാരിച്ചാൽ മതി ശിക്ഷ കിട്ടും. അത്രയും മഹത്തായ പവിത്രമായ ആ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇത്രയും രൂപ മുടക്കി നമ്മൾ പോയിട്ട് പ്രധാനമായി നമുക്ക് രക്ഷപ്പെടാനുള്ള ഒന്ന് അംസിക് അലൈക ലിസാനക്, നാവ് സൂക്ഷിക്കാം. നാവ് അനക്കേണ്ടി വന്നാൽ അത് ദിക്റിലോ ഖിറാഅത്തിലോ ആയിട്ടല്ലാതെ ഒരാളെക്കുറിച്ച് പറയുന്നതിലോ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിലോ ഒന്നും ആ നാവ് ഉപയോഗപ്പെടുത്താതിരുന്നാൽ തന്നെ നമ്മുടെ 90% ഹജ്ജും ശരിയായി. ഹജ്ജിൽ വലിയ പണിയൊന്നുമില്ല. നാവ് കൊണ്ട് പറയൽ നിർബന്ധമായ ഒരു ദിക്റ് പോലും ഹജ്ജിലില്ല. അതൊക്കെ സാർ പറഞ്ഞു തരും. എളുപ്പമുള്ള അല്ല, പക്ഷേ ഹജ്ജ് ചെയ്യാൻ എളുപ്പമാണ്, മബ്റൂറാവാൻ ലേശം കടുപ്പാണ്. ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, അത് മബ്റൂറാവണം. മബ്റൂറായാൽ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാണ്. അല്ലെ പിന്നെ നല്ലത് നാളെ ഒരാൾ പറഞ്ഞോളൂ ഇഹ്റാം കെട്ടിയിട്ട് മരിച്ചു പോകുക, എന്നാൽ നേരെ സ്വർഗത്തിലും കൊണ്ടുപോകും. ഇഹ്റാം കെട്ടിയിട്ട് മരിച്ചു പോയാൽ ഹജ്ജ് ചെയ്ത കൂലിയായി. അപ്പം അങ്ങനല്ലേലോ. അപ്പം നമ്മൾ നല്ല ആരോഗ്യത്തോടെ നല്ല നെയ്യത്ത് അവിടെ പോയിട്ട് ഉപയോഗപ്പെടുത്തുക. ഞങ്ങൾ പോയപ്പം അന്ന് ലൈച്ചാൻ്റെ പ്രത്യേക ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത്, എല്ലാവരും മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് ആ ഹറമിൻ്റെ പരിധിയിൽ താമസിക്കുമ്പോൾ ഒരു 2 നോമ്പ് തന്നെ നോൽക്കണമെന്നാണ്. കാരണം ഒരു നോമ്പിന് 1,00,000 കൂലി എന്ന് പറയുന്ന നേരം 1,00,000 നോമ്പ് ആയി കിട്ടണമെങ്കിൽ എത്ര കൊല്ലം, എത്ര നമ്മൾ കണക്കൂട്ടി 278.
അത്രയും കൊല്ലം നമ്മൾ ഇവിടുന്ന് തുടർച്ചയായി നോമ്പ് പോറ്റാലേ അവിടുന്ന് ഒരു നോമ്പ് പോറ്റ കൂലിട്ടു. അപ്പോൾ ഒരു തിങ്കളും വ്യാഴമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഹറമൈനിയിൽ വെച്ചിട്ട് 2 നോമ്പെങ്കിലും നോൽക്കാനുള്ള ശ്രമം നടത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ ഒരു ഖത്തമെങ്കിലും ഓതി തീർക്കാനുള്ള ശ്രമം നടത്തണം. അത് വിജയിക്കുകയും വേണം. ഒരു ഖത്തം ഓതിയാൽ നമ്മൾ 1,00,000 വട്ടം ചെയ്ത കൂലിയാണ്. എന്തെങ്കിലും ഇവിടുന്ന് തന്നെ കരുതണം. മസ്ജിദുൽ ഹറാമിൽ വെച്ച് ആർക്കെങ്കിലും സദഖ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പൈസ. നമ്മൾ ഇവിടുന്ന് 1,00,000 ഉറുപ്പ്യ എടുത്താൽ ആടുന്ന ₹1 കൊടുത്താൽ കിട്ടുക കൂലി. നേരെ മറിച്ച് 1,00,000 ഉറുപ്പ്യ ആർക്കെ കൊടുക്കാൻ നേർച്ചാക്കിയാലും അവിടെ പോയി ₹1 കൊടുത്ത് ഞാൻ 1,00,000 കൂലിക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട, അത് കിട്ടില്ല. അപ്പോൾ എല്ലാം അവിടെ പോയാൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിനോട് ചോദിക്കാൻ, ദുനിയാവും ആഖിറവും ചോദിച്ചാൽ കിട്ടുന്ന സ്ഥലമാണ് കഅബയുടെ പരിസരം. അവിടെ മീസാബ് എന്നൊക്കെ പറഞ്ഞ് പാത്തിൻ്റെ ചുവട്ടിൽ വെച്ച് എനിക്കിപ്പോഴും അറിയാം. ഞാൻ ആദ്യമായിട്ട് പാത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പം ഭയങ്കര തിക്കാണ്. ഒരാൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ബഷീർദാരിമിയാണ് എന്നെ ബേക്കിന്ന് തള്ളിയിട്ട് ഞാൻ അതിന്മേൽ പറ്റിയായിട്ട് പിടിച്ചു. പറ്റിപ്പിടിച്ചപ്പം ആദ്യമായി ഞാൻ ചെയ്ത ഒരു ദുആ ഉണ്ടായിരുന്നു. എന്തെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയൂല. അത് അപ്പം തന്നെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ള വാർത്ത എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണത്, നമ്മളെ മനസ്സങ്ങനെയാണ്. ഇവിടെ നമ്മൾ പോയിട്ട് മക്കയിലിറങ്ങി അവിടുന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കഅബയിലേക്ക് നമ്മൾ ആദ്യത്തെ പോക്ക് പോകുമ്പം ആദ്യമായി പോകുന്നവർക്കുണ്ടാകുന്നൊരു അനുഭൂതി എന്ന് പറഞ്ഞാൽ കഅബ ആദ്യമായി കണ്ണിൽ പെടുമ്പോഴും അതൊരനുഭൂതിയാണത്. മനുഷ്യൻ്റെ സ്ഥാനത്ത് നിന്ന് മലക്കിൻ്റെ ഒരു മർത്തബയിലേക്ക് കയറുന്ന, മനുഷ്യൻ അള്ളാഹുവിലേക്ക് ലയിച്ചു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണത്. ആ കഅബ കാണുമ്പോൾ അവിടെ നിന്നിട്ട് ദുനിയാവിലും ആഖിറത്തിലും കിട്ടാനുള്ളതൊക്കെ അവിടുന്ന് ചോദിച്ചിട്ടേ ബാക്കി പണിയെടുക്കാവും. അത് സ്വീകരിക്കപ്പെടും എന്നുറപ്പാണ്. അള്ളാഹു കബൂൽ ചെയ്തിട്ടെ. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. രക്ഷ എന്താണെന്ന് ചോദിച്ചപ്പം അംസിക്ക് അലൈക ലിസാനക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ഹദീസിലുണ്ട്, തുഫ്തഹു അബ്വാബുസ് സമാ വതുസ്തജാബു ദഅവ ഇൻദ റുഅയത്തിൽ കഅബ. കഅബ ഒരു മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ കഅബ പെടുമ്പോൾ അവൻ്റെ നേരെയുള്ള ആകാശവാതിലുകൾ തുറക്കപ്പെട്ടാൽ ആ സമയത്ത് അവൻ ചെയ്യുന്ന പ്രാർത്ഥനകൾ മുഴുവനും ഉയർത്തപ്പെടും, അള്ളാഹു കബൂലാക്കും എന്നർത്ഥം. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ബാക്കി 15 സ്ഥലങ്ങളൊക്കെ ഉസ്താദ് വിശദീകരിച്ച് തരും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നെയ്യത്തോടുകൂടി വീട്ടിൽ നിന്നിറങ്ങുക. തക്കാരത്തിനും സൽക്കാരത്തിനും കൂടാനൊന്നും പോവുകയല്ല. ഹജ്ജ് ചെയ്യാൻ പോവുകയാണ്, ഉംറ ചെയ്യാൻ പോവുകയാണ്. ഇബ്രാഹിസാനെ കണ്ട എൻ്റെ ജ്യേഷ്ഠൻ ചോദിക്കുകയും മുപ്പരങ്ങനെ തവാഫ് ചെയ്യുക പഠിച്ചോനെ. ഞങ്ങളൊന്നിച്ചാണ് മൗലവി ഗ്രൂപ്പിൽ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ ജ്യേഷ്ഠൻ, ജ്യേഷ്ഠൻ്റെ ഭാര്യ, അനുജൻ, അനുജൻ്റെ ഭാര്യ ഒന്നിച്ച് മൗലവി ഗ്രൂപ്പിലാണ് പോയത്. അപ്പോൾ ഇബ്രാഹിച്ചാക്ക ഞങ്ങളെ കൂടെ ഉണ്ടായ ആളങ്ങനെ മൂപ്പരെ തവാഫ് ചെയ്യുന്ന ഞങ്ങൾക്കും ഒരു ആവേശമാണ്. മൂപ്പര് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളെന്ത് കാത്തിക്കാനാണെന്നുള്ളത്. അങ്ങനെ ഒരു ആവേശം കൂടുള്ള ഒരാൾക്ക് നല്ലൊരു ആവേശം ഉണ്ടാകുന്ന നേരം ഒരു ഈമാനും ഇഖ്ലാസൊക്കെ ഉണ്ടാകുന്നേരം നമുക്കും അത് പ്രതിഫലിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം. നമ്മൾ വെള്ളവും കുടിച്ചിങ്ങനെ പോണവർ ആരെങ്കിലും വെള്ളത്തിൽ ദാഹിക്കുന്നോ നോക്കണം. കൊടുത്ത് ഇതേടെ നമുക്ക് കിട്ടാമെന്ന് അതിന് ചിന്തിക്കേണ്ടിയില്ല. അപ്പോൾ അപ്പുറത്ത് കിട്ടും. അത് അയാൾ എന്തെങ്കിലും ഒരു ബാഗോ എടുക്കാൻ പ്രയാസപ്പെട്ട് കണ്ട് എടുത്തിട്ട് എത്തിക്കേണ്ടത് വെച്ചാൽ അത് നമ്മൾ ഒരു പക്ഷേ അതായിരിക്കും നമ്മൾ ചെയ്യുന്ന അമലിൽ ഏറ്റവും മഹത്വവും ശ്രേഷ്ഠവുമായത്. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കുക. ഒരാൾക്കും നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ലാതിരിക്കുക. മനസ്സ് മുഴുവനും അള്ളാഹുവിലേക്ക് തിരിക്കുക. ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യാം. എല്ലാം അള്ളാഹു തആല കബൂലാക്കി തരട്ടെ. ഞാനും ഇൻഷാ അല്ലാഹ് സർക്കാർ കൂട്ടത്തിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. ആദ്യം നറുക്കെടുപ്പിൽ കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പം അത് റെഡിയായി. നാളെ മറ്റന്നാൾ ഞാനും പൈസ എടുക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചൊക്കെ കാണുകയും ചെയ്യാം. കാണണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മ ആഫിയത്തോടുകൂടി അള്ളാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ.
എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ റാഹത്തോടുകൂടി ഇഖ്ലാസോടുകൂടി തഖ്വയോടുകൂടി സിഹത്തോടുകൂടി ഇവിടുന്ന് പുറപ്പെട്ടു ഓരോ സ്ഥലങ്ങളിലും ചെയ്യേണ്ട അമലുകൾ എങ്ങനെ ചെയ്യണമെന്ന് അല്ലാഹു തആല അത് തോന്നിപ്പിക്കുകയും അതിനുള്ള തൗഫീഖും നൽകി എല്ലാം റാഹത്തായി മഖബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറ മുർലിയായ സിയാറത്ത് എല്ലാം ചെയ്ത് റാഹത്തോടുകൂടി തിരിച്ചു വരാൻ ഒരു ഉമ്മ പെറ്റ ദിവസം ആ കുഞ്ഞിനുണ്ടാകുന്നത് പോലെ അങ്ങനെയാണ് ഹദീസ് പറഞ്ഞത്. ആ നിലക്ക് തിരിച്ചു വരുന്ന ഹാജിമാരിൽ ഹജ്ജുമ്മമാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.